ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, ഞാൻ പാസ്റ്റർ ക്രിസ്റ്റി വി ജോൺ. കോട്ടയത്തെ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിന്റെ കൂട്ടായ്മ നടക്കുന്ന സ്ഥലം നിങ്ങൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. കോട്ടയത്ത് IMA ഹാളിലാണ് നമ്മുടെ ആത്മിക ആരാധന ഈ 2026 ജനുവരി മാസം നടക്കുന്നത്. അവിടേക്ക് വരാൻ എങ്ങനെയാണ് എത്തേണ്ടത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വരാനുള്ള വഴി ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ലൊക്കേഷൻ ലഭിക്കും. അല്ലാത്തവരോട് ഞാൻ പറയട്ടെ, കോട്ടയത്ത് KSRTCയിലോ തിരുനക്കരയോ നാഗമ്പടത്തോ റെയിൽവേ സ്റ്റേഷനിലോ വന്ന ശേഷം ഗുഡ് ഷെപ്പേർഡ് റോഡിലുള്ള, അതായത് ബെസേലിയസ് കോളേജിൻ്റെയും DC ബുക്സിൻ്റെയും ഇടയിലുള്ള IMA ഹാൾ, ബെസേലിയസ് കോളേജിൻ്റെയും DC ബുക്സിൻ്റെയും ഇടയിൽ ഗുഡ് ഷെപ്പേർഡ് റോഡിലുള്ള IMA ഹാൾ എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 9:30 മുതൽ നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നു. അനേകർ കടന്നു വരികയും ദൈവിക വിടുതലുകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുകയും ചെയ്യുന്നു. നിങ്ങളെയും വളരെ സന്തോഷത്തോടെ ഞങ്ങൾ കുടുംബമായി ക്ഷണിക്കുകയാണ്. വരൂ, നിങ്ങളുടെ ജീവിതത്തിലും ഇതൊരു മാറ്റത്തിൻ്റെ സമയമാകും. സർവകൃപാലുവായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സ്നേഹവന്ദനം. വളരെ ശ്രദ്ധയോടെ ഇന്ന് നിങ്ങളോട് പറയുന്ന വാക്കുകൾ കേൾക്കണമേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 37-ാമത്തെ വചനം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വചനം. കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീനെന്ന് യേശു പറഞ്ഞു. ഈ ഒരു വചനത്തെ അധികരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവ സന്നിധിയിൽ ശരണപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഏറ്റവും ആത്യന്തികമായ 1-2 വാക്കുകൾ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. വലിയൊരു കൊയ്ത്തുണ്ട് എന്ന് യേശു പറഞ്ഞു. അത് ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് ലോകത്തിൽ നിന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് മനുഷ്യരെ നേടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മഹാദൗത്യമാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. അതിലേക്ക് ധാരാളം ആൾക്കാർ വന്നു ചേരാനുണ്ട്. പക്ഷേ ദൈവരാജ്യത്തിലെ ശക്തരായ ശുശ്രൂഷകർ പരിമിതമാണ് എന്ന അർത്ഥത്തിലാണ് ഈ വചനം എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് കൊയ്ത്തിന്റെ യജമാനൻ പിതാവായ ദൈവമായതിനാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ധാരാളം ദൈവവേലക്കാരെ എഴുന്നേൽപ്പിക്കണമേ, ധാരാളം ശുശ്രൂഷകരെ രംഗത്ത് കൊണ്ടുവരണമേ. ഈ വിധത്തിൽ ഒരു പ്രാർത്ഥനാ വിഷയം എന്ന നിലയിലാണ് യേശു ഈ കാര്യം അവതരിപ്പിക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും പ്രതിദിന പ്രാർത്ഥനകളിൽ, നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ, സഭാ കൂട്ടായ്മകളിൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയോടൊപ്പം ഈ പ്രാർത്ഥനാ വിഷയവും നാം ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എന്താണ്? നമ്മളുടെ ദൈവത്തിൻ്റെ ദൗത്യം ഭൂമിയിൽ ഇപ്പോഴും തുടരുന്നു. ആകയാൽ ക്രിസ്തുവിൻ്റെ സ്നേഹദൗത്യത്തിൻ്റെ ശുശ്രൂഷകരായി തീരാൻ അനേകർ ഇതിലേക്ക് എത്തിപ്പെടേണ്ടതിന് വേണ്ടി കർത്താവെ, വിശ്വസ്തരും ശക്തരുമായ ദൈവത്താൽ നിയമിക്കപ്പെട്ട ദൈവദാസീദാസന്മാരെ എഴുന്നേൽപ്പിക്കണമേ. കൂട്ടത്തിൽ ദൈവമേ എന്നെയും ഉപയോഗിക്കണമേ എന്നും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതൊരു പ്രാർത്ഥനാ വിഷയം എന്ന നിലയിൽ യേശു ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. അപ്പോൾ തന്നെ ഒരു യാഥാർത്ഥ്യം കർത്താവ് വെളിപ്പെടുത്തുന്നു. കൊയ്ത്ത് വളരെയുണ്ട്. നിങ്ങളെന്ന് പറയുന്ന സാധാരണക്കാരനായ മനുഷ്യൻ ആ ജീവിത പരിസരങ്ങളിൽ ഈ വചനത്തെ എങ്ങനെ നോക്കിക്കാണണമെന്നതിനെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിൽക്കുന്ന മേഖല അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി അത് വലിയ അവസരങ്ങളുടെ ലോകമാണ്. അവസരങ്ങളെയാണ് യേശു കൊയ്ത്ത് എന്ന് വിളിച്ചിരിക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ വളരെ ശക്തമായി പറയുന്നു, നിങ്ങളുടെ ലൈഫിൻ്റെ മുമ്പിൽ വലിയ ഓപ്പർച്യൂണിറ്റികളുടെ ഒരു പരമ്പര തന്നെ വരാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന ഇടത്തു നിന്നും നിങ്ങളെ കൊണ്ട് രാപകലില്ലാതെ നിങ്ങൾ വിശ്രമരഹിതമായി കഠിനാധ്വാനം ചെയ്ത് തീർക്കാൻ നോക്കിയാലും തീരാത്തത്ര അസൈൻമെന്റുകൾ, ഓപ്പർച്യൂണിറ്റികൾ, പ്രൊജക്റ്റുകൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യാൻ പോകുന്നു. നിലവിൽ പരിമിതമായ ഏതൊക്കെയോ കാര്യങ്ങളിൽ മാത്രമായി ഉടക്കിക്കിടക്കുന്ന നിങ്ങളെ ദൈവം അവസരങ്ങളുടെ ഒരു സമുദ്രത്തിലേക്ക് എടുത്തെറിയുന്ന വിധത്തിൽ നിങ്ങളുടെ മുമ്പിൽ വലിയ സുവർണാവസരങ്ങളുടെ ഒരു മഹാവാതിൽ തന്നെ തുറക്കുന്ന വിധത്തിലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി ഇതാ ഓപ്പണായി വരികയാണ്. കൊയ്ത്ത് മീൻസ് അവസരങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. വലിയ ഓപ്പർച്യൂണിറ്റികൾ, വലിയ വലിയ ചാൻസുകൾ വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ അതിനെ കൈമുതലാക്കാൻ, അതിനെ വിനിയോഗിക്കുവാൻ തക്കവിധം ആ അവസരത്തെ മുതലാക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ ഭാവിയെ വിജയകരമാക്കുന്ന, നിങ്ങളുടെ സാമ്പത്തിക രംഗങ്ങളെ സുശക്തമാക്കി വളർത്തി വലുതാക്കുന്ന, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ
കഴിവുകളെ ലോകത്തിന് നെറുകയിലെത്തിക്കുന്ന, അതിനെ ലോക പ്രശസ്തമാക്കി തീർക്കാൻ കഴിയുന്ന സുവർണ അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. ആ അവസരങ്ങളെ എല്ലാ അർത്ഥത്തിലും ഇന്നു മുതൽ ഉപയോഗിക്കുക. നിങ്ങളൊരു ശുശ്രൂഷകനാകാം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആകാം. നിങ്ങളായിരിക്കുന്ന ഏത് മേഖലയിലായാലും ദൈവം നിങ്ങൾക്ക് തന്നതിനെ മറ്റുള്ളവർക്ക് ഗുണകരമാകും വിധം പ്രയോജനപ്പെടുത്തണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇന്ന് രാവിലെ പറയുന്നു. വലിയ അവസരങ്ങളുടെ ലോകത്ത് ദൈവം നിന്നെ വിളിച്ചിറക്കിയിരിക്കുന്നത് വെറുതെ ഇരിക്കാനല്ല, പ്രയോജനപ്പെടാനാണ്. ദൈവം ഇന്ന് രാവിലെ ദൂത് കേൾക്കുന്ന സകലർക്കും വേണ്ടി വാതിലുകളെ തുറക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാനാവുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മടിച്ചു നിൽക്കരുത്. നിങ്ങളോട് കർത്താവ് പറയുന്നത് നിനക്കിത് നല്ല സമയമാണെന്നാണ്, നിനക്കിത് സുവർണ നേരമാണെന്നാണ്. മഹത്തരമായിരിക്കുന്ന വിജയങ്ങൾ പിറക്കുന്ന നാഴികയിലാണ് നിങ്ങൾ വന്ന് നിൽക്കുന്നത് എന്നാണ്. നോക്കൂ, ഈ വാക്ക് യേശു പറയുന്നു. തൻ്റെ രാജ്യത്തിൻ്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട് കർത്താവ് പ്രസ്താവിക്കുന്ന ഈ ഒരു ദൂതിനെ അധികരിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ സമൂഹത്തിൻ്റെ നെറുകയിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടേണ്ടതിൻ്റെ ആവശ്യകത കൂടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ഈ ദേശത്തിന് ആവശ്യമുണ്ട്, ഈ രാജ്യത്തിന് ആവശ്യമുണ്ട്, നമ്മുടെ സമൂഹത്തിന് നിങ്ങളെ വേണം. ഇന്നത്തെ യുവതലമുറയ്ക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. ഈ ജനറേഷൻ നിങ്ങളെ വല്ലാതെ ആവശ്യപ്പെടുന്നു. ദൈവം നിങ്ങളെ ഈ കാലഘട്ടത്തിന് നടുവിലെ ഒരു വലിയ അടിയന്തര ആവശ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഈ സമയത്ത് ജീവിക്കാൻ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. വെറുതെ കടന്നു പോകുവാൻ വേണ്ടിയല്ല നിങ്ങളിവിടെ വന്നേക്കുന്നത്. സാധാരണപ്പെട്ടൊരു ജീവിതത്തിൻ്റെ അകത്ത് ഒതുങ്ങിക്കൂടുവാനല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഒരു തരംഗമാകാൻ പോകുന്നു. ദൈവം നിന്നെ ഈ കാലഘട്ടത്തിൻ്റെ നടുവിൽ ഒരു ശ്രദ്ധാ കേന്ദ്രമാക്കി നിർത്താൻ ആഗ്രഹിക്കുന്നു. അത് കലയിലാണെങ്കിലും, രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും, സാമൂഹിക രംഗങ്ങളിലാണെങ്കിലും, ഔദ്യോഗികമായ മറ്റേത് തരത്തിലാണെങ്കിലും, ദൈവിക ശുശ്രൂഷയിലാണെങ്കിലും, യേശു ക്രിസ്തുവിനെ നാമം പ്രതി ആ സാമൂഹിക പശ്ചാത്തലങ്ങളിൽ, ആ പദവികളിൽ നിൽക്കുന്ന ഒരുവനെ ദൈവത്തിന് ആവശ്യമുണ്ട്. ആമേൻ. നീ നന്നായിട്ട് സ്പോർട്സിൽ പ്രയോജനപ്പെടുന്ന ഒരാളാണോ, അവിടെ ദൈവത്തിനായി നീ ഒരു സാക്ഷ്യമായി നിൽക്കണം. നിന്റെ വിജയങ്ങൾ ആ നിലയിൽ ലോക പ്രശസ്തമായി തീരട്ടെ. നീ നന്നായി ചെസ് കളിക്കുന്ന ഒരാളാണോ, നിന്റെ ആ കഴിവുകൾ ലോക പ്രശസ്തമായി തീരട്ടെ. നിങ്ങൾ നല്ലൊരു വ്യാപാരിയാണോ, നിങ്ങളെ ദൈവം ബിസിനസ്സിൽ ഉയർത്തി എന്നുള്ള സാക്ഷ്യം നാളെ ലോകം കേൾക്കട്ടെ. ആ വിധത്തിൽ ഇന്ന് വരെ മറ്റാരും ചിന്തിക്കാത്ത തലത്തിൽ അവസരങ്ങളുടെ വലിയൊരു കൂമ്പാരം എൻ്റെ മുമ്പിൽ കർത്താവായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഞാൻ കൊയ്ത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം തൻ്റെ കൊയ്ത്തരിവാൾ എൻ്റെ കയ്യിൽ തന്നിട്ട് പോയി കൊയ്തെടുക്കട മക്കളെ എന്ന് പറഞ്ഞ് ഈ അവസരങ്ങളുടെ ലോകത്തിലേക്ക് എന്നെ കൈപിടിച്ചിറക്കുന്നു. ഞാൻ ഇനി അടങ്ങിയിരിക്കുകയില്ല. ഈ വിധത്തിൽ വളരെ ശക്തമാം വിധം പ്രയോജനപ്പെടുവാൻ, വളരെ മിടുമിടുക്കരായി ഇവിടെ ശോഭിപ്പാൻ യേശുവിൽ ആശ്രയം വെച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് ഇറങ്ങുക. ഈ വർഷം തീരാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, വരാൻ പോകുന്ന കാലഘട്ടത്തിലേക്ക് നീ കാലെടുത്ത് വെക്കുമ്പോൾ അത് അവസരങ്ങളുടെ ഒരു ചാകരയാണ്. നീ പുറകോട്ട് മാറരുത്, നീ മുന്നോട്ടേക്ക് കയറുക. കഴിഞ്ഞ നാളുകളിൽ നീ പ്രാർത്ഥിച്ചിരുന്നതും നീ ഉപവസിച്ചതും നീ ഒഴുക്കിയ കണ്ണുനീരുകളും ഉത്തരങ്ങളായി കയറി വരുന്ന നേരത്തിലേക്ക് ദൈവം നിങ്ങളെ എത്തിച്ചിരിക്കുന്നു. ഹോ ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഇങ്ങനെയാണ്: അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു. അവർ അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. 12 അപ്പോസ്തലന്മാരുടെ പേരാണിത്. അതിൽ യേശുവിൻ്റെ പ്രധാന ശിഷ്യനായിരിക്കുന്ന പത്രോസും, യേശുവിനെ നെഞ്ചോട് ചാരിക്കിടന്ന യോഹന്നാനും, യേശുവിനെ ഒറ്റുകൊടുത്ത യൂദയും വരെ ഉൾപ്പെടുന്നു. നിങ്ങളെ ദൈവം ഉൾപ്പെടുത്തുകയാണ്. അവസരങ്ങളുടെ ഇടയിലെ കൊയ്ത്തുകാരായി തീരാനുള്ള ദൈവത്തിൻ്റെ ലിസ്റ്റിനകത്ത് നിന്റെ പേരെഴുതിയിരിക്കുന്നു. യേശു ഈ പറയപ്പെടുന്ന ലിസ്റ്റിൽ സകലരെയും ചേർത്ത് 12 പേരുടെ ഒരു ലിസ്റ്റ് ഇവിടെ പ്രസന്റ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. അടുത്ത പുതിയൊരു വർഷത്തിൽ ദൈവകരങ്ങളിൽ ഏറ്റവും ശക്തമാം വിധം ജീവിതത്തിൻ്റെ മേഖലകളെ വിജയങ്ങളാക്കി തീർക്കുവാൻ ദൈവം പേരെഴുതി വെച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പേരും ഉള്ളതാകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേരുമുണ്ട്, ഞാനും ആ നിലയിൽ പ്രയോജനപ്പെടും. ധൈര്യത്തോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് ഈ ദൂതനെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ കർമ്മ മേഖലകളിലേക്ക് ഇറങ്ങുക. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ദൈവം നിങ്ങൾക്ക് തുറക്കാൻ പോകുന്നു. ഒരുപക്ഷെ നിങ്ങൾ റിട്ടയർ ആയ ഒരു വ്യക്തിയായിരിക്കാം, പക്ഷേ ദൈവം നിന്നെ മറ്റൊരു തലത്തിൽ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജോലികാലം തീർന്നുവെന്നും നിങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ല എന്നും നിങ്ങൾ ചിന്തിക്കുന്ന ഒരാളാണ്. ബട്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ പാന്താവ് തുറക്കുന്നു. അനേകരുടെ ലൈഫിൽ പുതിയ അവസരങ്ങളെ തുറന്നുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യം അതിൻ്റെ ചൈതന്യാവഹമായ കൃപകളാൽ നിങ്ങളെ എടുത്തുപയോഗിക്കുന്ന ഒരു നാളുകൾ ഇതാ വന്നിരിക്കുകയാണ്. ശുശ്രൂഷകർ കൂടുതൽ പവർഫുൾ ആകട്ടെ, യൗവനക്കാർ കൂടുതൽ ദർശനമുള്ളവരായി തീരട്ടെ. സാധാരണ ജീവിത മേഖലകളിൽ നിൽക്കുന്നവർ സമൂഹ നന്മയ്ക്ക് വേണ്ടി പുതിയ ഇന്നോവേറ്റീവായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങി, പുതിയ പദ്ധതികൾ തുടങ്ങി
ഈ കാലഘട്ടത്തിന് നടുവിലെ ഏറ്റവും മികച്ച അവസരങ്ങൾ നിങ്ങളുടേതാക്കി മാറ്റിക്കൊണ്ട് ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുന്നവരായി തീരട്ടെ. ഞങ്ങളുടെ കർത്താവെ, ഈ ദൂത് ഒരു അസാധാരണമായ ജ്വലനമാണ് ഞങ്ങളുടെ മേൽ ഇട്ടിരിക്കുന്നത്. ഇതിൽ മുറുകെ നിന്നുകൊണ്ട് ആത്മാവിൽ ഞങ്ങളുടെ മുമ്പിലെ കർമ്മനിരതമായ പാന്താവുകളിൽ ചടുലമായൊരു ചുവട് വെക്കുവാൻ ശക്തമായിരിക്കുന്നൊരു നിലപാടോടുകൂടെ വിജയത്തിന് വേണ്ടി ആഞ്ഞു പോരാടാൻ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞങ്ങളുടെ മുമ്പിൽ കൊയ്ത്തെന്ന പേരിൽ അവസരങ്ങളെ യേശു കൊണ്ടുവരുന്നു. ഓപ്പർച്യൂണിറ്റികളെ, ബന്ധങ്ങളെ, പുതിയ പുതിയ ചാൻസുകളെ കർത്താവ് തരുന്നു. പലതിലും തോറ്റുപോയവർക്ക് വിജയിക്കാനുള്ളൊരു സുവർണാവസരം യേശു ഒരുക്കുന്നു. ഈ വചനത്താൽ ഇവർ ഇന്ന് ധന്യത പ്രാപിക്കട്ടെ. പുതിയതിനായി ഇവർ ഓടട്ടെ. പുതിയ നന്മകൾ ഇവർക്കായി വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളെടുക്കുന്നൊരു ചായ, ആ ചായക്കകത്ത് പോലും ഒരത്ഭുതം വെളിപ്പെടും. അതിൻ്റെ കാരണം നിസ്സാരമെന്ന് കരുതുന്നത് പോലും ലോകത്തിൻ്റെ നെറുകയിൽ പ്രസിദ്ധമാക്കാൻ ശക്തിയുള്ളൊരു കർത്താവിൽ നിങ്ങൾ ആളുമാറിയവരായി അവസരങ്ങളെ മുതൽക്കൂട്ടാക്കി തീർക്കുന്ന വമ്പന്മാരായി തീരാൻ പോകുന്നു എന്നുള്ള സന്തോഷ ദൂത് നിങ്ങളെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. വരും ദിനങ്ങളിലെ ശുശ്രൂഷകളിൽ നമുക്ക് ഒത്തുചേരാം. 31-ാം തീയതി പുതുവത്സര ശുശ്രൂഷ കോട്ടയത്തെ IMA ഹാളിൽ നടക്കുന്നു. വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ നിങ്ങൾ കുടുംബമായി വന്ന് സംഗമിക്കണം. വലിയ അഭിഷേകത്തോടും വലിയ ദൈവകൃപയോടും കൂടെ നമുക്കതിൽ മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ഇന്നത്തെ ദിവസം ഗംഭീരമാകും, വളരെ മനോഹരമായിരിക്കും. നിങ്ങൾ തൊടുന്നതിലെല്ലാം നിങ്ങൾ അജയ്യരായിരിക്കും. മിടുക്കരായിട്ട് മുന്നോട്ട് പോകൂ. ഒന്നും പേടിക്കേണ്ട. നിങ്ങൾ പ്രാർത്ഥിച്ചതിലുപരി, നിങ്ങൾ ചിന്തിച്ചതിലുപരി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്ന മണിക്കൂറുകളാണിത്. ഞാൻ നിങ്ങളെ എൻ്റെ അഭിഷേകത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാ പിന്തുണകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവിൻ്റെ ഉന്നതമായ സ്നേഹവും യേശു രാജാവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.